ഒരു മാസം മുൻപേ പ്രവചിച്ച ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരെ ഓർത്ത് താനൂരിൽ കേഴുന്ന അധികൃതർ മാപ്പർഹിക്കുന്നുണ്ടോ? താനൂരിലും പരപ്പനങ്ങാടിയിലും ചെട്ടിപ്പടിയിലും ആശുപത്രി അങ്കണങ്ങളിൽ കുഞ്ഞുങ്ങളുടെയും മാതാപിതാക്കളുടെയും ചേതനയറ്റ ശരീരങ്ങളെ സാക്ഷിയാക്കി കേരളം ചോദിക്കുന്നു. സുരക്ഷിതമായ ജലയാത്രയുറപ്പാക്കാൻ അധികൃതരെ നിങ്ങൾക്ക് ഇനിയും എത്ര കുഞ്ഞുങ്ങളുടെ ജീവൻ വേണം? ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ ജലയാത്രയുടെ മോഹന ദൃശ്യങ്ങൾ കാട്ടി ആകർഷിക്കാൻ ശ്രമിക്കുന്നവർ സ്വന്തം നാട്ടിലെ കുഞ്ഞുങ്ങളുടെ സുരക്ഷിത യാത്ര പോലും ഉറപ്പാക്കാൻ കഴിയാത്തവരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് കേരളം. തങ്ങൾ സ്വരുക്കൂട്ടിയ കൊച്ചുതുകകൾ കൊണ്ട് ജലയാത്രയെന്ന കുഞ്ഞുങ്ങളുടെ സ്വപ്നം പൂവണിയിക്കാനിറങ്ങിയ സാധാരണക്കാരായവരുടെ ജഡങ്ങൾ കൂട്ടം ചേർന്ന് കിടക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് വിദേശികൾ ഉൾപ്പെടെയുള്ളവരെ ക്ഷണിക്കാനാവുക? കേരളത്തിൽ 10ലേറെ മരണങ്ങളുണ്ടാക്കുന്ന ജലദുരന്തം വൈകാതെ സംഭവിക്കുമെന്ന ദുരന്ത നിവാരണ വിദഗ്ധൻ മുരളി തുമ്മാരുകുടി ഏപ്രിൽ 1-നായിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടത്. ഒരു മാസം പിന്നിട്ട പ്രവചനം താനൂരിൽ സംഭവിക്കുകയായിരുന്നു. അധികൃതരുടെ നടപടിയുണ്ടായിരുന്നെങ്കിൽ രക്ഷിക്കപ്പെടുമായിരുന്ന 20ലേറെ ജീവിതങ്ങൾ കൈവിട്ടുപോയി. ഒരു ദുരിതാശ്വാസ തുകകൾക്കും നികത്താനാവാത്ത നഷ്ടം സംഭവിച്ച കുടുംബങ്ങളുടെ നിലവിളികൾ നാടിന്റെ ചങ്ക് തകർക്കുമ്പോൾ പരസ്പരം കൈചൂണ്ടി അധികൃതർ കൈയൊഴിയുകയാണ്. വെറും സാമാന്യബോധം നിരത്തിയാണ് താനിത് പ്രവചിക്കുന്നതെന്നാണ് മുരളി തുമ്മാരുകുടിയിൽ ചൂണ്ടിക്കാണിച്ചത്. സുരക്ഷിതമല്ലാത്ത ബോട്ട് യാത്രാ സംവിധാനങ്ങൾ വലിയൊരു അപകടത്തിന്റെ സാധ്യതകൾ വിളിച്ചു പറയുന്നുവെന്ന് അദ്ദേഹം കുറിപ്പിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനും ജനങ്ങളുടെ നികുതിപ്പണം നൽകി നിയോഗിക്കപ്പെട്ടവർ മാത്രം ഇതൊന്നും അറിയുന്നില്ലെന്ന് വരുമ്പോൾ ആർക്കാണ് നിശബ്ദനായിരിക്കാനാവുക? സുരക്ഷാ പരിശീലനമില്ലാത്ത ബോട്ട് ഡ്രൈവർമാർ, സുരക്ഷിതമല്ലാത്ത ബോട്ടുകൾ, യാതൊരു സുരക്ഷാ നിർദ്ദേശങ്ങളും ഉപകരണങ്ങളുമില്ലാതെ ആഴങ്ങളിലേക്ക് മുങ്ങിത്താഴുന്ന യാത്രക്കാർ തുടങ്ങി ഒട്ടേറെ അപര്യാപ്തതകളോടെയാണ് കോഴിക്കോട് മുതൽ കൊല്ലം വരെയുള്ള നദികളിലും കായലുകളിലും ടൂറിസം ബോട്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് മുരളി തുമ്മാരുകുടിയിൽ കുറിച്ചിരുന്നു. എന്നാൽ എല്ലാ അറിയിപ്പുകളും ബധിരകർണങ്ങളിലായിരുന്നു പതിച്ചത്. അപകടങ്ങളുണ്ടായ ശേഷം ലൈസൻസ് ഇല്ലാത്ത ബോട്ടുകൾ അനവധി ഉണ്ടായിരുന്നുവെന്ന് കണ്ടെത്തും. പരിശീലനമില്ലാത്ത ഡ്രൈവർമാരുണ്ടായിരുന്നുവെന്ന്, ആവശ്യത്തിന് വ്യക്തിസുരക്ഷാ ഉപകരണങ്ങൾ ഇല്ലായിരുന്നുവെന്ന് കണ്ടെത്തുമെന്നും കുറിപ്പിൽ ചൂണ്ടിക്കാട്ടുന്നു. മുരളി തുമ്മാരുകുടിയുടെ ഈ പ്രവചനമാണിപ്പോൾ അരങ്ങു തകർക്കുന്നത്. ഇതോടെ കുറച്ചുനാളേക്ക് നാട്ടുകാരും മറുനാട്ടുകാരും ഇത്തരം ബോട്ടുകളിൽ കയറാതാകുമെന്നും തുമ്മാരുകുടി പറഞ്ഞുവെക്കുന്നു. അവസരം നോക്കി ശ്രീലങ്കയോ ഐവറി കോസ്റ്റോ ഹൗസ് ബോട്ട് ടൂറിസത്തിന്റെ മേൽക്കൈ നേടും. ടൂറിസം ബോട്ടുടമകളും സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ രംഗത്ത് കൂടുതൽ പ്രൊഫഷണലിസം കൊണ്ടുവരാൻ സാധിക്കില്ലേ എന്ന ചോദ്യത്തോടെയാണ് കുറിപ്പ് അവസാനിക്കുന്നത്. തുമ്മാരുകുടി പറഞ്ഞ അപകടം സംഭവിച്ചു കഴിഞ്ഞു. നികത്താനാകാത്ത നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും വേനലവധിയിലും മറ്റും ചിരിച്ചു കളിച്ചെത്തുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ തുണിയിൽ പൊതിഞ്ഞ് നിലവിളികളോടെ ആംബുലൻസുകളിലേക്ക് കയറ്റാൻ ഇടയാക്കരുതേ എന്നു മാത്രമാണ് കേരളം നെഞ്ചിൽ കൈവച്ച് ആവശ്യപ്പെടുന്നത്.